അപ്പോഴേ ഇതുവരെയുള്ള നമ്മുടെ കടം തീർന്നു കേട്ടോ. അപ്പോഴേ ഇത് എവിടെ നിന്ന് അടിച്ചടിയാ കോഴിയെ? തങ്കച്ചൻ കമോൺ കമോൺ. ഇടേ രണ്ട് ചായ ഇരു തങ്കച്ചൻ. അയ്യോ എനിക്ക് വേണ്ട. കുടിതിരുമേനി. അല്ല അമ്മയാണ് എനിക്ക് വേണ്ടേ. ഇത് ബോംബ് കുഞ്ഞു ഞാൻ പറയുന്നത് കുടിക്കാൻ. നാരണൻകുട്ടി എന്റെ ചായയിൽ വെള്ളമേ ഒഴിക്കണ്ട. എനിക്ക് 2 ദിവസമായിട്ടൊരു ജലദോഷം. ഓ ശരി ശരി. അപ്പോഴേ തങ്കച്ച നിന്റെ പഠിപ്പൊക്കെ അങ്ങ് നിർത്തിയില്ലേ? നിർത്തി. അപ്പോ ഇപ്പൊ എന്നാ പണി? ഇപ്പോ പണിയൊന്നും ആയിട്ടില്ല. അങ്ങനെ സ്റ്റൈൽ. നീ ഇങ്ങനെ അലിഞ്ഞിരിഞ്ഞ് നടക്കാതെ പട്ടാളത്തിൽ ആളെടുക്കുന്നുണ്ട്, നീ അത് ചെന്ന് ചേര്. നാരണൻകുട്ടി എന്തോ പഞ്ചസാരയിൽ ഒരു തരി പോലും ഇല്ലല്ലയോ? ഒരു തരി പോയിട്ട് ഒരു ടീസ്പൂൺ പോലും ഇവിടെ എടുക്കാനില്ല. കുഞ്ഞുഞ്ഞേ യുദ്ധത്തിന് എന്തിനാ പഞ്ചസാര? അത് പറഞ്ഞുതരാം. പഞ്ചസാരയിൽ വിഷം കലർത്തി വിമാനത്തിൽ കൊണ്ടു നടക്കും, എന്നിട്ട് പൊതുക്കളായിട്ട് കെട്ടി കീഴ്പോട്ടിടും. അത് കണ്ട് ജപ്പാൻകാര് മൊട്ടായിന്ന് വിചാരിച്ച് എടുത്തു തിന്നും. അവനെല്ലാം ക്ലോസ്, അവന്റെ ഷാപ്പ് പൊട്ടും. അങ്ങനെയല്ലേ ഞങ്ങൾ ജപ്പാൻകാരനെ പിടിച്ചത്. കുഞ്ഞുഞ്ഞ് യുദ്ധത്തിന്റെ ഒരു വിജ്ഞാന കോശമാണ്. അതാണല്ലോ അവരെനിക്ക് അവധി പോലും തരാതെ അവിടെ തന്നെ അങ്ങ് നിർത്തിയിരുന്നത്. എന്നാ ഞാൻ പോട്ടെ, ടാറ്റ. അയ്യോ അങ്ങനെ അങ്ങ് പോയാലോ? പണ്ടത്തെ പോലെ എനിക്കിവിടെ നിൽക്കാനൊരു വൈക്ലഭ്യം. കുട്ടപ്പനാരെ ഇതെല്ലാം എന്റെ കണക്കിലെഴുതേരെ. പോട്ടെ, ടാറ്റ. തങ്കച്ചൻ എന്തോന്നാ ആലോചിക്കുന്നത്? യുദ്ധത്തിനെ കുറിച്ചായിരിക്കും. ഞാനൊരു ജോലിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഞാനും വരുന്നു. അമ്മച്ചി, എനിക്ക് ജോലി കിട്ടി അമ്മച്ചി. നേരാണോ? എന്ത് ജോലിയാ മോനെ? നല്ല ജോലിയാണ് അമ്മച്ചി. ചെലവെല്ലാം കഴിഞ്ഞ് നല്ല ശമ്പളവും കിട്ടും. കർത്താവിന് നന്ദി. ദൂരത്തെങ്ങും പോകണ്ടല്ലോ. എന്ന് മുതലാ? ഇന്ന് 6 മണിക്കുള്ള വണ്ടിക്ക് പുറപ്പെടണം അമ്മച്ചി. ഇന്ന് തന്നോ? നേരാണോടോ? ദൂരത്തെങ്ങനെയാണോ പോകുന്നത്? അമ്മച്ചി, ഞാൻ പട്ടാളത്തിൽ ചേർന്ന അമ്മച്ചി. നേരാണോടാ? അമ്മ കറിയിച്ചത് കൊണ്ട് എന്റെ മോൻ പോയി പട്ടാളത്തിൽ ചേർന്നതാണോ? അല്ലമ്മച്ചി, എന്റെ അമ്മയും പെങ്ങളും പട്ടിണി കിടക്കാതിരിക്കാൻ വയ്യ. വേണ്ടടാ. നീ ആരോട് ചോദിച്ചിട്ടാ പോയി ചേർന്ന്? ഒന്നും പേടിക്കാനില്ല അമ്മച്ചി. എന്നെപ്പോലെ എത്ര ചെറുപ്പക്കാരാണ് പട്ടാളത്തിൽ ചേർന്നിരിക്കുന്നത് അറിയാമോ? അവരുടെയൊക്കെ പെറ്റമ്മമാര് കണ്ണീര് കുടിക്കുമായിരിക്കും. നീ തീരുമാനിച്ചു കഴിഞ്ഞു? ഞാൻ ചേർന്ന് കഴിഞ്ഞു അമ്മച്ചി. കർത്താവിന്റെ നിശ്ചയം അങ്ങനെ ആയിരിക്കാം. നിനക്ക് വഴിച്ചെലവിനോ മോനെ? വണ്ടിക്കുടിക്കുള്ള പണമെല്ലാം അവര് തരും. ഒരു 4-5 രൂപയെങ്കിലും കയ്യിലില്ലാതെ എങ്ങനെയാ അമ്മേ? സാറിനോട് മേടിച്ചു തരാമെന്ന് വെച്ചാ അവിടെ കാശൊന്നുമില്ല. ഏതായാലും സാറിനോടും മറ്റും വിവരം പറഞ്ഞേച്ചു വാ. ശരിയമ്മേ. ഇവിടെ ഇരിക്കുമോ? കൈ വേദനിക്കുന്നു അമ്മച്ചി. സാരമില്ല മോളെ. മോടെ കമ്മൽ അമ്മച്ചി ഊരിയെടുക്കുക. വേണ്ട വേണ്ട, ഞാൻ സമ്മതിക്കില്ല. എന്തിനാ? അച്ചാച്ചന് ജോലി കിട്ടി മോളെ. അവന് പോവാനാ. അച്ചാച്ചൻ ശമ്പളം മേടിക്കുമ്പം മോക്ക് വേറെ മേടിച്ചോണ്ട് തരും. ഓട്ടോ ഇറയാതിരിക്കാൻ എന്തെങ്കിലും ഇടാ. അച്ചാച്ചൻ ജോലി കിട്ടിയോ അമ്മച്ചി? കിട്ടി മോളെ. തങ്കച്ചൻ സ്വന്തമായി ചെറുപ്പത്തിലെ ജീവിതത്തിന്റെ അടിത്തറവാകാൻ പോവുകയാണ്. അതേതായാലും നല്ലതാണ് കുഞ്ഞെ. മോളെ, വേദപുസ്തകം എടുത്ത് വെച്ചൊരു അധ്യായം വായിക്കും. തുറക്കുമ്പം കാണുന്ന അധ്യായം തന്നെ വായിക്കണം. തങ്കച്ച, അമ്മച്ചിയും പെങ്ങളെ ഓർമ്മ വേണം. വീട് മറക്കരുത് കേട്ടോ. ദൈവമേ, നീ എന്റെ ദൈവം. അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാത്ത ഉണങ്ങിയ വരണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എന്റെ ദേഹം. തങ്കച്ച, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടോ കുഞ്ഞെ? ഉണ്ട്. എന്നാ ഇനി വൈകിക്കണ്ട. അമ്മച്ചി, ഞാൻ ഇറങ്ങട്ടെ. പോയിട്ട് ഞാൻ ഇറങ്ങട്ടെ അമ്മച്ചി. പോയി നന്നായി വാ മോൻ. വലത്തുകാരെ വെച്ചിറങ്ങി. ദിവസവും വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. എണ്ണ തേച്ച് കുളിക്കാം. നീ ഒരു ജലദോഷക്കാരനാ. നേരത്തിനും ചൊവ്വനും ആഹാരം കഴിക്കണം. കൂടെ കൂടെ എഴുത്തയക്കാൻ മറക്കരുത്. ശരിയമ്മേ.
തങ്കച്ച എഴുത്തയക്കുന്നു. അയക്കാൻ തങ്കമ്മേ. ഞാൻ എന്നും പ്രാർത്ഥിക്കും, ഈ വഴി നോക്കി നോക്കി കാത്തിരിക്കും. മറന്നുകളെ. എന്റെ തങ്കമ്മയെ മറക്കാൻ എനിക്ക് സാധിക്കും. കരഞ്ഞുകൊണ്ടാണോ എന്നെ യാത്ര അയക്കുന്നത്? ഞാൻ പോയിട്ട് വരട്ടെ. ഓർമ്മ വേണം അകലുമെൻ പൂങ്കുയിലേ, ദൂരെ മറയുമെൻ പൂങ്കുയിലേ. ഇതു മാത്രം ഓർമ്മ വേണം അകലുമെൻ പൂങ്കുയിലേ, ദൂരെ മറയുമെൻ പൂങ്കുയിലേ. ഓർമ്മ വേണം അകലുമെൻ പൂങ്കുയിലേ, ദൂരെ മറയുമെൻ പൂങ്കുയിലേ. ചിരകാലമായാലും ചെല്ലക്കുയിലേ, നിൻ ചിറകടി ഓർത്തു ഞാൻ കാത്തിരിക്കും. എന്നുയിരുള്ള നാൾ വരെ കാത്തിരിക്കും. ഇതു മാത്രം